പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, സമാധാനം. ഇന്നെനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള വിഷയം ഫലങ്ങൾ കൊണ്ടാണ് വൃക്ഷം അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടത് കേവലം വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ജീവിതം പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ കൊണ്ടാണെന്ന വലിയ സത്യത്തിലേക്കാണ് ഇന്നത്തെ വചനം നമ്മെ ക്ഷണിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 12-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, വൃക്ഷം നല്ലത്, ഫലം നല്ലത് എന്ന്. ഒരു വൃക്ഷത്തിന്റെ സ്വഭാവം തീരുമാനിക്കുന്നത് അതിലുണ്ടാകുന്ന ഫലങ്ങളാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെയൊരു ഉദാഹരണം പറഞ്ഞത്? കാരണം പുറമെ കാണുന്നതിലല്ല, ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതിലാണ് സത്യം ഇരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ വചനത്തെ ആസ്പദമാക്കി നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, നല്ല വൃക്ഷം എല്ലാം നല്ല ഫലം കായ്ക്കുന്നു, എന്നാൽ ചീത്ത വൃക്ഷം ചീത്ത ഫലം കായ്ക്കുന്നു. ഇതിന്റെ അർത്ഥം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഹൃദയാവസ്ഥയുടെ കണ്ണാടികളാണെന്നാണ്. നാം ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും നമ്മൾ എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അതിനാൽ നാം നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും സൂക്ഷ്മതയോടെ പരിപാലിക്കേണ്ടതുണ്ട്. സഭയുടെ പിതാവായ വിശുദ്ധ അഫ്രേം പിതാവ് ഇതേക്കുറിച്ച് വളരെ മനോഹരമായി ഇങ്ങനെ പറയുന്നു, ഒരു വൃക്ഷത്തിന്റെ വേരുകൾ എത്രത്തോളം ആഴത്തിൽ മണ്ണിലുണ്ടോ അത്രത്തോളം നല്ല ഫലങ്ങൾ അത് പുറപ്പെടുവിക്കും. നമ്മുടെ ഹൃദയം ദൈവത്തിലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ആദ്യം നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് ചേർത്തു പിടിക്കണം. പ്രാർത്ഥനയിലൂടെയും വേദവായനയിലൂടെയും നമ്മുടെ ഹൃദയത്തിലെ വേരുകൾ ദൈവത്തിൽ ആഴ്ന്നിറങ്ങട്ടെ. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രവൃത്തികളിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഫലങ്ങൾ പുറത്തുവരും. വിശുദ്ധ ലൂക്കാസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 43-ാം വാക്യത്തിൽ യേശു അരുളിച്ചെയ്യുന്നു, ചീത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമോ നല്ല ഫലം കായ്ക്കുന്ന ചീത്ത വൃക്ഷമോ ഇല്ല. ഇത് നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇരട്ടത്താപ്പുകൾക്ക് സ്ഥാനമില്ലെന്നാണ്. ഒരേ നാവുകൊണ്ട് സ്തുതിക്കാനും ശപിക്കാനും നമുക്ക് കഴിയില്ല. നമ്മുടെ ജീവിതം സ്ഥിരതയുള്ള ഒന്നായിരിക്കണം. എപ്പോഴും നന്മയുടെ വഴികളിൽ സഞ്ചരിക്കുന്നവരായി നാം മാറണം. സുറിയാനി സഭയുടെ മഹാനായ വിശുദ്ധ ഇസഹാക്ക് പിതാവ് നമ്മെ പതിപ്പിക്കുന്നത്, നന്മയുടെ ഫലം പുറപ്പെടുവിക്കാൻ മൗനം വളരെ അത്യാവശ്യമാണ്. കാരണം ബഹളങ്ങളിൽ നന്മ വളരുകയില്ല എന്നാണ്. നാം പലപ്പോഴും പുറമേയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഉള്ളിലെ നന്മ മുരടിച്ചു പോകുന്നു. നിശബ്ദതയിൽ ദൈവത്തെ കേൾക്കാൻ ശീലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ കുറവുകൾ അന്വേഷിക്കാതെ നമ്മുടെ സ്വന്തം ആത്മീയ വളർച്ചയിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. എന്നിൽ വസിക്കുന്നവനും ഞാൻ അവനിൽ വസിക്കുന്നവനും ധാരാളം ഫലം കായ്ക്കും. നാം സ്വയം ഫലം പുറപ്പെടുവിക്കാൻ ശ്രമിച്ചാൽ അത് വിജയിക്കില്ല. മറിച്ച് കർത്താവിൽ വസിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ നന്മകൾ ഉണ്ടാവുകയുള്ളൂ. ഈ ഫലം കായ്ക്കാൻ നാം ക്രിസ്തുവിനോട് അവിഭാജ്യമായി ചേർന്ന് നിൽക്കണം. കർത്താവിന്റെ വചനം നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഫലഭൂയിഷ്ഠമാകും. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ഒരു വൃക്ഷത്തിന്റെ ജീവൻ കൊമ്പുകളിലേക്ക് ഒഴുകുന്നത് പോലെയാണ് എന്നാണ്. ഈ ജീവൻ നമ്മിലേക്ക് ഒഴുകുമ്പോൾ മാത്രമേ നമുക്ക് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഫലങ്ങൾ നൽകാൻ സാധിക്കൂ. നാം നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാൻ പഠിക്കണം. അവിടുത്തെ കരുണയും കൃപയും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ദൈവികമായ കാര്യങ്ങളായി മാറും. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, മീതെ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തവും അനുസരണമുള്ളതും കരുണയും നല്ല ഫലങ്ങളും നിറഞ്ഞതാകുന്നു. സ്വർഗത്തിൽ നിന്നുള്ള ഈ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാം ദൈവത്തിന്റെ ജ്ഞാനത്തിന് മുൻഗണന നൽകുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ദൈവിക ജ്ഞാനം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഫലസമൃദ്ധമാകും. നമ്മുടെ ആത്മാവിനെ നാം എപ്പോഴും ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കണം. എങ്കിൽ തിന്മയുടെ കാറ്റുകൾക്ക് നമ്മുടെ ഫലങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. ഒരു നല്ല കൃഷിക്കാരൻ തന്റെ തോട്ടം കാത്തു സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ നാം സംരക്ഷിക്കണം.
പ്രാർത്ഥനയിലൂടെയും വിവേചനത്തിലൂടെയും തിന്മയെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ കൃപയാൽ സദാ പുഷ്പിച്ചു നിൽക്കും. വിശുദ്ധ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം എന്നിവയാകുന്നു. വിശുദ്ധ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം എന്നിവയാകുന്നു. ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വളരുന്നുണ്ടോ എന്ന് നാം നോക്കണം. ഒരെണ്ണം കുറവാണെങ്കിൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ കുറവാണ്. ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കാൻ നാം ആഗ്രഹിക്കണം. മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതിനാൽ ദൈവത്തിന്റെ നന്മകൾ നമ്മളിലൂടെ ലോകത്തിൽ പ്രകടമാകണമെന്നാണ്. നാം ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയാണ്. ദൈവത്തിന്റെ നന്മ നമ്മളിലൂടെ ഒഴുകുമ്പോൾ മറ്റുള്ളവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒരു വൃക്ഷമാണ്. അതിൽ നന്മയുടെ ഫലങ്ങൾ നിറയട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും കരുണയും നമ്മുടെ വേരുകൾക്ക് ബലം നൽകട്ടെ. ഈ ലോകത്തിന്റെ തിരക്കുകൾക്കിടയിലും നാം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി നിലനിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഓരോ പ്രവൃത്തിയും വചനവുമായി ഒത്തുനോക്കി നന്മയുടെ പാതയിൽ സഞ്ചരിക്കാം. പിതാവായ ദൈവം നമുക്ക് വിവേചന ബുദ്ധി നൽകട്ടെ. പുത്രനായ കർത്താവ് നമ്മുടെ വഴികാട്ടിയാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ നന്മയിൽ നിറക്കട്ടെ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ജയ് ക്രൈസ്റ്റ്.